മോളെ, സഹിക്കാൻ വേണ്ടി മാത്രമുള്ളതല്ല ജീവിതം. സഹിച്ചതൊക്കെ അതിന്റെ 10 മടങ്ങായി തിരിച്ചു കൊടുക്കാനുള്ളതാ. അത് പകരം വീട്ടണം. ഏട്ടത്തി ഒരു ലിസ്റ്റ് എഴുതി വെച്ച് ഓരോരുത്തരെയായിട്ട് നമ്മളെ ഇങ്ങനെയൊക്കെ നോവിച്ചോ, അതുപോലെ ശരത്തിനെ ഇഞ്ചിഞ്ചായിട്ട് വേണം തകർക്കാൻ. മോളെ പിന്നിൽ നിന്ന് ആക്രമിച്ചു വീഴ്ത്തിയ ശരത്തിന്റെ അമ്മ പ്രഭാവതിയെയും. ഉടനൊരു ഡോസ് കൊടുക്കേണ്ടത് 2 പേർക്കാ. ആ നടേശനും എസ്.ഐ. റൂബി പഞ്ഞിക്കാരനും. എന്റെ കൺമുൻപിൽ വെച്ച അവരെന്റെ അച്ഛനെ തല്ലിച്ചതച്ചത്. നമുക്ക് തിരിച്ചടിക്കണം. ഉറപ്പായും. എന്താ ഏട്ടത്തിയുടെ പദ്ധതി? കണ്ണിന് കണ്ണ്, പല്ലിന് പല്ല്. ഇടത് കവിളത്ത് അടിക്കുന്നവന് വലത് കവിള് കാണിച്ചു കൊടുക്കല്ല വേണ്ടത്. ഇടത് കവിളത്ത് അടിച്ചവന്റെ ഇര കവിളുകളും അടിച്ചു പൊട്ടിക്കുക വേണ്ടത്. വേണം. അച്ഛന് പങ്കില്ലാത്തൊരു ഇരുട്ടടിയുടെ പേര് പറഞ്ഞ അവരെ ടോർച്ചർ ചെയ്തതും അച്ഛനെ ജയിലിലടച്ചതും. എന്തായാലും ചെയ്യാത്ത തെറ്റിന് പഴി കേട്ടില്ലേ? ഇനി തെറ്റ് ചെയ്തിട്ട് പഴി കേൾക്കാം. പക്ഷെ നമ്മളെങ്ങനെ? അതിനൊക്കെയുള്ള വഴി ഏട്ടത്തെ കൃത്യമായിട്ട് കണ്ടുവച്ചിട്ടുണ്ട്. എന്റെ മനസ്സിൽ ഒരു സ്കെച്ചും ഉണ്ടാക്കിയിട്ടുണ്ട്. വച്ച് താമസിപ്പിക്കില്ല. ഏറ്റവും അടുത്ത ദിവസം തന്നെ നടേശനുള്ള മരുന്ന് നമ്മൾ നിറയ്ക്കും. പറ്റിയാൽ അതിനടുത്ത ദിവസം റൂബി പഞ്ഞിക്കാരനുള്ളതും.